വിശദാംശങ്ങളിലേക്ക്. കടമെടുപ്പ് പ്രശ്നത്തിൽ കേരളത്തിന് മുന്നിൽ മുട്ടുമടക്കി കേന്ദ്രം. കേസ് പിൻവലിച്ചാൽ കടമെടുപ്പ് പരിധി കൂട്ടാമെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സുപ്രീംകോടതി അറിയിച്ചു. മാർച്ച് 6-7 തീയതികളിൽ കേരളത്തിന്റെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നു. ലോറൻസ്, കേസ് പിൻവലിച്ചാൽ കടമെടുപ്പ് പരിധി കൂട്ടാം എന്നാണ് നിലപാട് കേന്ദ്ര സർക്കാരിന്റെ. എങ്ങനെയാണ് സുപ്രീംകോടതി വിഷയത്തെ കാണുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് എടുക്കാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3%. കേരളം ഒരു ചെലവ് വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ തോതിലുള്ള ഒരു കടമെടുപ്പേ കേരളത്തിന് പറ്റൂ. അപ്പോൾ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി മറ്റ് ചില കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടുള്ള ഒരു നീക്കം കഴിഞ്ഞ ഒരു 6 മാസമായി നടക്കുകയാണ്. ഇത് സംസ്ഥാനം പലതവണ നിവേദനങ്ങൾ ഉൾപ്പെടെ നൽകി. അത് മാത്രമല്ല ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പോയി ചർച്ച നടത്തി. എന്നിട്ട് പോലും കേന്ദ്രം ഒരു നിലപാടെടുക്കാൻ തയ്യാറായില്ല. കേസ് കോടതിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഒരു നിലപാടെടുക്കും? രണ്ടും കൂടി ഒത്തുപോകില്ല. ഒരു തീരുമാനം സംസ്ഥാനത്തെ അറിയിക്കാതെ സംസ്ഥാനത്ത് എത്തിയ അഡ്വക്കേറ്റ് ജനറലും അതുപോലെ ധനമന്ത്രി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഒരു നിലപാടെടുക്കാൻ കേരളത്തെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ പ്രതിനിധി സംഘത്തെ മടക്കി അയച്ചതിന് ശേഷം ആണ് ഇപ്പോൾ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ കേസ് പിൻവലിച്ചാൽ കടമെടുപ്പ് പരിധി ഉയർത്താം എന്നുള്ളൊരു നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്ര സുപ്രീം കോടതി നിലപാട് അറിയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ആവശ്യത്തിന് മുന്നിൽ കേന്ദ്രം മുട്ടുമടക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കേസ് പിൻവലിച്ചാൽ കേരളത്തിന് 13,600 കോടിയുടെ വായ്പ എടുക്കാൻ അനുവദിക്കാം എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളം അതിന് വഴങ്ങിയില്ല. കേരളം അതിനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേസ് പിൻവലിക്കണമെന്ന ആവശ്യം പിൻവലിക്കണമെന്ന് കേന്ദ്രം ചർച്ചയിൽ ആവശ്യപ്പെട്ടെന്നാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും കോടതി ഒരു കാര്യം സൂചിപ്പിച്ചു, ചർച്ച നടക്കുന്നതല്ലേ ഉചിതം, ചർച്ച നടത്തണം. ഈ കേസ് കേരളത്തിൻ്റെ ഹർജിയിൽ അതായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഞെരുക്കുന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ഹർജികൾ. ഈ കേസിൽ സുപ്രീം കോടതി വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കോടതി മാർച്ച് 6-നും 7-നും വാദം കേൾക്കാൻ വിശദമായൊരു വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചു. അതോടുകൂടിയാണ് ഇപ്പോൾ നിലപാട് മാറ്റി കേന്ദ്രവും രംഗത്തെത്തിയിരിക്കുന്നത്. ഹർജി പിൻവലിച്ചാൽ നോക്കാം എന്നുള്ളൊരു നിലപാടാണ് സുപ്രീം കോടതി പറയുന്നത്. ഏതായാലും കേരളം ഇതൊരു അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല. അത് ഞങ്ങൾക്ക് നികുതി വിഹിതം ഉൾപ്പെടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണെന്നുള്ള നിലയിൽ തന്നെയാണ് കേസിൽ വാദം കേൾക്കാം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു, ഇതിനിടയിൽ ചർച്ച ആയിക്കൂടെ അല്ലെങ്കിൽ ചർച്ച ആവണം എന്നുള്ളൊരു ഒരു നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കേരളത്തിൻ്റെ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഹർജി അതായത് കടമെടുപ്പ് പരിധി മാത്രമല്ല സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന, കേരളം മാത്രമല്ല പല സംസ്ഥാനങ്ങളും ഇതുപോലെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള നിലപാടുകളുമായി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്, അതിൽ പോയിട്ടുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതാം. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ തന്നെ കേന്ദ്രത്തിന് ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യം വന്നു. ആ ചർച്ച നടത്തേണ്ട സാഹചര്യത്തിൽ കേന്ദ്രം ചില നിലപാടൊക്കെ എടുത്തെങ്കിൽ പോലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്രം വഴങ്ങിയിരിക്കുന്നു. കേസ് പിൻവലിച്ചാൽ 13,600 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാം എന്നുള്ള രൂപത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും കേസിൽ തുടർവാദം കേൾക്കണം എന്നുള്ള നിലപാടിലേക്ക് കേരളവും മാറിയിട്ടുണ്ട്. ഏതായാലും കേസിൽ കോടതി വാദം കേട്ടതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇതിന് അന്തിമ തീരുമാനം ഉണ്ടാവുക. അതിനിടയ്ക്ക് ചർച്ച നടത്തി ഇരു സംസ്ഥാനങ്ങൾക്കും കേരളത്തിനും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കേസ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഫിജി, ലോറൻസ്, അങ്ങനെ നോക്കുമ്പോൾ ഈ കേസ് പിൻവലിക്കപ്പെടാനുള്ളൊരു സാഹചര്യമില്ല. കേരളം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് എടുക്കുന്നുണ്ടോ? നിയമപരമായി തന്നെ കാര്യങ്ങൾ പോകട്ടെ, അതിനിടയിൽ ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും സുപ്രീം കോടതി വഴി നിയമപരമായി തന്നെ പോകുന്നതാണ് ഇക്കാര്യത്തിൽ കേരളത്തിന് ഉചിതം എന്നുള്ള നിലപാടിലാണോ സംസ്ഥാനമുള്ളത്? ഒരുപക്ഷെ സംസ്ഥാനത്തിന് വലിയൊരു തുക 1-2 രൂപയല്ല, 1-2 കോടികളല്ല കേരളത്തിന് കിട്ടാനിരിക്കുന്നത്. കേരളത്തെ പലതരത്തിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. GST വിഹിതം അതുപോലെ കേന്ദ്ര വിഹിതം ഇതെല്ലാം സംസ്ഥാനത്തിന് നിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേന്ദ്രം തള്ളിവിട്ടിരിക്കുന്നു. നിത്യനിദാന ചെലവ് നടത്തുന്നതിന് വേണ്ടിയ ശമ്പളവും അതുപോലെ ആനുകൂല്യങ്ങളും എല്ലാം തന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും മറ്റ് നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയൊക്കെയാണ് ഈ കേരളം സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രം ഇതിനൊരു തടയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ മറ്റ് പോംവഴിയൊന്നുമില്ല. സംസ്ഥാനം ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ എല്ലാം ക്ഷണിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം നടത്തി. അതിനുശേഷവും കേന്ദ്രം വഴങ്ങുന്നില്ല എന്ന് അതിനു മുമ്പേ തന്നെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഈ തത്വം അല്ലെങ്കിൽ ഈ നിലപാട് കേരളത്തിൻ്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് കേസിൽ വാദം കേൾക്കാമെന്ന ഒരു നിലപാട് എടുത്തിരിക്കുന്നു. 6-നും 7-നും വാദം കേൾക്കാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി
പറഞ്ഞാൽ കേരളത്തിൻ്റെ ഹർജിയിലെ വാദങ്ങളിൽ ചില കഴമ്പുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസ് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ കേന്ദ്രത്തിനും ഒരു ധാരണ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാവാം ഒരു പക്ഷേ ഈ കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ ഒരു 16,300 കോടി രൂപയുടെ ഒരു അടിയന്തര വായ്പ എടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാം, അല്ലെങ്കിൽ അടിയന്തര വായ്പ 13,600 കോടി രൂപ അനുവദിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഫിജി. ശരി, ലോറൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. കേസ് പിൻവലിച്ചാൽ കടമെടുപ്പ് പരിധി ഉയർത്താമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. തീർച്ചയായും കേരളത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്.